മമ്മി ഇപ്പോഴും ടെൻഷൻ ഇവിളിഞ്ഞ് എന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു ടെൻഷൻ. എന്താ ഉറക്കം വരുന്നു. നടൻ ബാലയ്ക്കെതിരെ വഞ്ചനാക്കുറ്റത്തിന് കേസെടുത്തു. അമൃത സുരേഷിന്റെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. ഡിവോഴ്സ് പെറ്റീഷന്റെ 5-ാം പേജ് കൃത്രിമമായി ഉണ്ടാക്കിയെന്നും കൃത്രിമ ഒപ്പ് രേഖപ്പെടുത്തിയെന്നുമാണ് ഇപ്പോൾ പറയുന്ന പരാതി. അയ്യോ ഞാനോ മനസ്സാ വാചാ കർമ്മണ വേണ്ട ഉരുളണ്ട പറലണ്ട. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കഴിഞ്ഞ കേസിൻ്റെ കോഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മാരേജ് എഗ്രിമെൻറ്റിൻ്റെ ഒരു കോപ്പി അതിനകത്ത് അവരുടെ സൈഡിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലൊരു പേജ് മൊത്തത്തിൽ വേറെയാണ്. എന്റെ ഈശ്വര, ഇങ്ങനെയുണ്ടോ മനുഷ്യര്? മോൾക്ക് ആകെപ്പാടെ കൊടുത്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ട്. ഈ ഒരു സംഭവമാണ് മിസ്സിങ്. മാത്രമല്ല എന്നിട്ട് ആ ഒരു ഫുൾ പേജേ ഫോർജ്ഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. മൊത്തം വ്യത്യാസം. അപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ HDFC ബാങ്കിൽ വിളിച്ച് ചോദിക്കും. അവിടെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ആ ഇൻഷുറൻസ് മൊത്തം സറണ്ടർ ചെയ്യുകയും പിന്നെ അതിനകത്തുള്ള പൈസ മൊത്തം എടുക്കുകയൊക്കെ ചെയ്തു. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയുക, ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. എന്റെ ഒരു സിറ്റുവേഷൻ പറയാം. വേണ്ട. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഇപ്പൊ കോടതിയിൽ ഞാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ്. അതേപോലെ അറസ്റ്റ് ആയെന്ന് പോലീസ് എടുത്തും ഞാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഇനി ഇതിനെക്കുറിച്ച് ഒരിക്കലും പേരെടുത്ത് സംസാരിക്കില്ലെന്ന്. പക്ഷെ കയ്യിലിരിപ്പിച്ചിട്ട് തരല്ലേ. അന്ന് തൊട്ട് ഇന്ന് വരെ എന്റെ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. സംസാരിച്ചു കഴിഞ്ഞാൽ എന്റെ മേലിലെ അടുത്ത കേസ്. സംസാരിച്ചില്ലെങ്കിൽ അതിന് മേലിലെ ഒരു വലിയ സംഭവം. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ അമ്മക്ക് എന്തൊരു പെർഫോമൻസ് എവിടെ നിന്ന് കിട്ടി ഇതിനെ? മിണ്ടിയാലും കുഴപ്പം, മിണ്ടില്ലെങ്കിലും പ്രശ്നം. ഞാൻ എന്നാ பண்ணணும்? நான் என் பொண்டாட்டி கூட ஜாலியா இருக்கேன். നാണോ ഇല്ലല്ലോ നിങ്ങൾക്ക് പറയാൻ. അവർക്ക് അർഹതപ്പെട്ടത് അവരവർക്ക് തീർച്ചയായിട്ടും കിട്ടും. പക്ഷെ இந்த ഫോർജറിங்கிற വാക്ക് ബാലയ്ക്ക് അർഹതപ്പെട്ട വാക്കല്ല. മഹാനടികണ്ടാ നീ. മനഃശാല ഒരുപാട് പേർക്ക് നന്മ പண்றோம். அந்த നന്മയ്ക്കെല്ലാം വിഷം വയ്ക്കുന്നത് പോലെ ആയിപ്പോവും. ഇങ്ങനത്തെ വാക്കുകൾ മീഡിയാസ് യൂസ് ചെയ്യും. അങ്ങനെ ഒരാളല്ല ബാല. അയ്യോ പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. മമ്മിക്ക് ഭയങ്കര ടെൻഷൻ. ഞാൻ എന്താ പറയാൻ പോണ വീഡിയോയിൽ വന്ന് ഞാൻ പറഞ്ഞു നമ്മളിന്ന് പഴയ പോലെ തന്നെ ഡിപ്രഷനിൽ ഇങ്ങനെ ഓവർകം ചെയ്യാന്നുള്ള വീഡിയോ ആണ് ഇടാൻ പോണേ. എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. മമ്മി ഇപ്പോഴും ടെൻഷൻ ഇവിളിഞ്ഞ് എന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു ടെൻഷൻ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളൊരു തീർപ്പ് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ട് എന്നൊക്കെ അറിയില്ല. പിന്നെ മെയിനായിട്ട് ഈ പൃഥ്വിരാജിൻ്റെ അപ്പനെ പറ്റിച്ച് സ്ഥലമൊക്കെ തട്ടിയെടുക്കണു. അതിൻ്റെ ഒപ്പം പിന്നെ ഭാര്യയ്ക്ക് വയ്യാണ്ടാവണു, മക്കളുടെ ലൈഫ് മൊത്തത്തിൽ പോകണു, ഒരാൾ ഡിപ്രഷനിൽ പോകണു. അങ്ങനെയൊക്കെയാണ് കഥ പോണേ. അപ്പോൾ അങ്ങനെയാണ് കഥ പോണേ. ഇടയിൽ കുറച്ച് അക്കാരെ അതേടെ പോയപ്പോൾ ഞാൻ നിർത്തിയതാണ്. എന്താണ് പുരാവസ്തു വിൽക്കണ കേസൊക്കെയാണ് അതിൽ വരുന്നത്. ഓൾമോസ്റ്റ് നമ്മുടെ ഒരു സിമിലർ കേസ് ഇപ്പം അടുത്തുണ്ടായ ഒരു കേസ് പുരാവസ്തു ഇത് വിൽക്കണ ഒരു കേസിന് സിമിലാരിറ്റി ആ കേസിന് തോന്നും. ഇവരെ പ്രൊവോക്ക് ചെയ്ത് ഇവരെ കൊണ്ട് അടുപ്പിച്ചിട്ട് അവസാനം പൃഥ്വിരാജനെ മരിക്കണാണ് ലാസ്റ്റ് സീൻ. നമുക്ക് വേറെ മറ്റു മാർഗവും. ഓക്കെ നമുക്ക് ഇങ്ങനത്തെ നമ്മളെങ്ങാണ്ടും വലിയ ആൾക്കാരനെ ഓക്കെ നമുക്ക് നീതി കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നും. പക്ഷെ ചെയ്യരുത്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ആ ചെയ്യരുതെന്ന് പറയാൻ വേണ്ടിട്ട് ഇത്ര വലിയ കഥയൊക്കെ പറഞ്ഞു തന്നത് അങ്ങനെ തോന്നും. സ്വാഭാവികം. എല്ലാരും കൂടെ ശവത്തി കുത്താടാ. ഞാൻ ഒരു മെഡിക്കൽ എമർജൻസി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഡാഡിക്ക് ചെസ്റ്റ് പെയിൻ ഒക്കെ വന്ന് കുറച്ച് ഹാർട്ട് ബ്ലോക്ക് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെസ്റ്റ് പെയിൻ വന്ന് ഇതാകുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ പോകുമ്പോഴേക്കും ആൾക്കാരെ ആഗ്രഹിക്കണ ഡാഡിക്ക് എന്തെങ്കിലും പറ്റുമോ, പറ്റില്ലേ, പറ്റി എന്തുണ്ടാവും. നിർത്തിയെന്ന് അവമാനിക്കുവാണെന്ന്. ഒരു പാർട്ട് ടൈം ജോബ് ഉണ്ടാവണത് വളരെ നല്ലതാണ് ഈ കാലത്ത്. കാരണം എപ്പോഴാണ് ആൾക്കാർ പിന്ന് കുത്താന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഏറ്റവും സ്നേഹിച്ച ആൾക്കാരായിരിക്കും നമ്മളതിനെ പിന്നെന്ന് കുത്തി നമ്മളതിനെ താഴ്ന്ന് നമ്മൾ നശിച്ചു പോകണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ. അപമാനിച്ച് ഞാൻ പോയിക്കോട്ടെ.